ചക്കമ്പറമ്പിൽ പൊക്കോ. അമ്പലത്തിലേക്ക് പോണ വഴിക്ക് തന്നെയാ. അമ്പലത്തിലേക്ക് പോണ വഴിക്ക് തന്നെയാ. അപ്പൊ അവിടെ പോയിട്ട് എടുത്തോട്ടാ. നോട്ടെ, ഇതിലേക്ക് നമ്മള് മിക്സ് ചെയ്യാണ്. ഉപ്പും പച്ചമുളകും ഉള്ളിമൂടി. കാറോടെ വെക്കി. കാറോടെ വെച്ചിട്ടാണ് നമ്മൾ പോണത്. ഗ്രീൻ കാറോടെ വെക്കി. ഗ്രീൻ കാറോടെ വെക്കി. അപ്പടെ കൊണ്ട് വെക്കാം. വെക്കിയ എന്നാലും നമുക്ക് കാറിൽ പോവുള്ളൂ. എന്താണ് മൂന്നാമതേ 2 കോഴി കൊത്തി ഒരെണ്ണത്തിനും കൂടി കൊത്താൻ വെച്ചിട്ടുണ്ടായില്ലേ? 2 കൂടി വെച്ചിട്ടുണ്ട് കൊത്തിക്കാനായിട്ട്. അപ്പൊ ഇല്ലില്ല, കൊത്തിയിട്ടില്ല. അതിന്റെ ദിവസം ആയിട്ടില്ല. വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. കേശു അമ്മൂമ്മോട് നമ്മള് മരുന്ന് കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞേ. ഗ്രേസേ, കാറോടെ വെക്കുന്നില്ല. കാറോടെ വെച്ചാലല്ലേ എവിടെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലേ ഗ്രേസേ? കാറോടെ വെക്കണ്ട് പോവാ. ഷൂസിന്റെ ഉള്ളിൽ നോക്കാൻ വേണ്ടി നോക്കിയാ നീ? ഷൂസിന്റെ ഉള്ളിൽ നോക്കിയോടി. ഷൂസിന്റെ ഉള്ളിൽ എപ്പോഴും നോക്കിയിട്ട് ഇടാവൂട്ടാ. ഷൂസ് ഇട്ടും കാലമേ. ഗ്രേസ് ഒറ്റയ്ക്ക് ഷൂസ് ഇടാറുണ്ടല്ലോ. പിന്നെ എന്തിപ്പം മടി നിനക്ക്? ഇടറി. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്തോളട്ടാ ഇതൊക്കെ. ഇനി ഷൂസ് ഗ്രേസ് ഒറ്റയ്ക്കാണ് ഇടേണ്ടത്. ഷൂസ് കയറില്ലല്ലോടി, മാറ്റാറായ. ഈ കാലമേ ഷൂസ് ഇട്ടു. അപ്പുറത്തെ കാല് കാണിക്ക്. അപ്പുറത്തെ കാല് കാണിക്ക്. യെസ്, അവള് മാസ്ക് ഇടാൻ വഴിയില്ല. വെറുതെ എന്തിനാ ചെയ്യണേ? എന്തേ ഒയ്യുടി ഷൂസ് ഇട്ട് തെറ്റിപ്പോയി. ഇച്ചിരി ഇവിടെ കയറാണ്ട്. ഓക്കെ, സെറ്റപ്പായി. അടിപൊളിയായില്ലേ? അടിപൊളി. പാല് കൂട്ട്. അപ്പം ഞങ്ങൾ പോകുകയാണ് അങ്കലവാടിയിലേക്ക്. കണ്ട പോണം അങ്കലവാടിയിലേക്ക്. ഇന്നലെ എൻ്റെ പേഴ്സ് വണ്ടിയിൽ നിന്ന് എടുത്തില്ലല്ലേ? എൻ്റെ പേഴ്സ് വണ്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ടായില്ല. ഇത് മുട്ടായാണ്. എന്റെ മാസ്ക് എടുത്തിട്ട് പോലെ ഇത് മാറ്റിട്ട് സ്കൂളിൽ പോവാ. ഗ്രേസ് കഴിഞ്ഞിട്ടുണ്ടാവോ? ഗ്രേസ് അമ്മ ഡോർ എടുക്കട്ടെ. ഞങ്ങൾ ശരിക്കും പറഞ്ഞ ലേറ്റ് ആയിട്ടാ. കാരണമൊന്നുമില്ല, ഗ്രേസിനെ എണീപ്പിക്കാൻ ലേറ്റ് ആയി. ഞങ്ങള് അതന്നെ ഉറങ്ങാൻ ലേറ്റ് ആവണതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങളുടെ തൊട്ടടുത്താണ് ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള ദൂരം ഉള്ളൂ. നടന്നു പോകാൻ പറ്റില്ല. നടക്കാന്ന് പറ്റില്ല ചേട്ടാ. സണ്ണി ചേട്ടന്റെ മറ്റേ ഇതായിരുന്നു അത്. കുഞ്ഞിലത്തെ അംഗനവാടി. കേശു അപ്പന്റെ അംഗനവാടിയില് പോണ. കേശു സ്കൂളില് പോണ്. ഗ്രേസിന് സ്കൂളിലാക്കാൻ പോവാ. അപ്പ കേശു സ്കൂളിൽ പോണോ? ചെലപ്പോ ഞങ്ങൾ പോണത് വെറുതെയാവും. സാരില്ല എന്ന് പറയാൻ പാടില്ല. ശരിക്കും കിട്ടുമോ ചേട്ടാ? കിട്ടും. വൈറ്റമിൻ എ എന്നാണ് പറഞ്ഞതെന്നാണ് എന്റെ ഒരു ഓർമ്മ. അയ്യോ, അപ്പൊ ഞങ്ങളുടെ അംഗനവാടി ഇത് അടുത്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞു വഴിയാട്ടാ. അതിക്കോടെ ഒരു കുഞ്ഞു വഴിയാണ്. സന്നിധാന ടീച്ചറിനെ കാണിച്ചാൽ ആദ്യത്തെ ടീച്ചറിന്റെ വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. അംഗനവാടി ഇങ്ങനെ കുഴിയിലാണ്. കുഴിയില് അടച്ചു പോയാ അംഗനവാടി. ഇതാണ് ഞങ്ങളുടെ അംഗനവാടി. കൊടുത്തവര് പോയി. ചക്കമ്പറമ്പിൽ പൊക്കോ. അമ്പലത്തിലേക്ക് പോണ വഴിക്ക് തന്നെയാ. അമ്പലത്തിലേക്ക് പോണ വഴിക്ക് തന്നെയാ. അപ്പൊ അവിടെ പോയിട്ട് എടുത്തോട്ടാ. എടുത്തിട്ടില്ലേ? വാക്സിനേഷൻ ഇവിടുത്തെ കിട്ടിയില്ല. ഇനി നമുക്ക് ചക്കാമ്പറമ്പിലേക്ക് പോകണം. ചക്കമ്പറമ്പ് കുറെ ദൂരം ഉണ്ടോ? ചക്കാമ്പറമ്പ് നമ്മുടെ പള്ളിയുടെ തൊട്ടപ്പുറത്താണ്. ചേച്ചിന് ഒന്നും മനസ്സിലായിട്ടില്ല. പള്ളിയുടെ തൊട്ടൊരു നമ്മുടെ അമ്പഴക്കാട് പള്ളിയുടെയാ.
അമ്പഴക്കാട് പള്ളിയുടെ അവിടെ. നിനക്ക് അറിയില്ല നമ്മുടെ നാട് മിടു? ചക്കമ്പറമ്പ് എനിക്കറിയില്ല ചേട്ടാ. ആക്ച്വലി പ്രോബ്ലം എന്താന്ന് വെച്ചാലേ ഇപ്പൊ ചക്കമ്പറമ്പിൽ പോണതല്ല പ്രശ്നം, വീട്ടില് അമ്മ ഒറ്റയ്ക്കുള്ളൂ. ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് പെട്ടെന്ന് തീരുമല്ലോ. 2 മിനിറ്റിൽ തീർന്ന് പോകാൻ വെച്ചാൽ പക്ഷെ നടന്നില്ല. അപ്പൊ അമ്മോട് വിളിച്ച് പറയണം. ഓക്കെ, കാരണം അല്ലെങ്കിൽ അമ്മ വെയിറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാലേ ഇതേപോലത്തെ സമയത്തൊക്കെ നമ്മുടെ വീട്ടിലേക്ക് നിക്കാനായിട്ട് ഒരാള് എന്തായാലും വേണ്ടത്. കൊറോണ ആയതുകൊണ്ടാണ് ശരിക്കും. അല്ലെങ്കിൽ മുമ്പ് ഞങ്ങളുടെ വീട്ടിലൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഗ്രേസിന് ഞാൻ പ്രസവിച്ച സമയത്ത് വീട്ടിലൊരു ചേച്ചി നിന്നായിരുന്നു. പിന്നെ അങ്ങനത്തെ ഒരാളെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് പറ്റണ്ടേ, നമുക്ക് നോക്കണ്ട്, കൊറേ നോക്കണ്ട്, പക്ഷെ നമുക്ക് പറ്റുന്ന ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടും, ഒരു നാള് നമുക്കും കിട്ടും. ഇപ്പൊ ഞങ്ങളിപ്പോ അമ്പഴക്കാട് പള്ളിയുടെ ബാക്ക് സൈഡിലെത്തി. കോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചക്കാമ്പറമ്പിലേക്ക്. ചക്കാമ്പറമ്പിൽ ശരിക്കും ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിലാണ് ചക്കാമ്പറമ്പ്. ശരിക്കും ചക്കാമ്പറമ്പ് ഭഗവതി ക്ഷേത്രം കേട്ടിട്ടില്ല നീ? അത് എനിക്ക് സ്ഥലം എനിക്കറിയാം, പക്ഷെ ഇത് എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞങ്ങളൊന്നും പോവാറില്ല, വല്ലപ്പോഴൊക്കെ ഈ വഴി കൂടെ കടന്ന് പോവാറുള്ളൂ. അപ്പം മിടു കൊച്ചിന് വാക്സിനേഷൻ കൊടുക്കാനായിട്ട് ഉള്ളിലേക്ക് പോയേക്കാണ്. അവിടെ അധികം ആൾക്കാർക്ക് പ്രവേശനമില്ല, കാരണം പിള്ളേരൊക്കെ ഉള്ള സ്ഥലമാണ്, നിറയെ പിള്ളേർ വരുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയില്ല. അതെ, ആ ബിൽഡിങ്ങിലാണ് കേട്ടോ ഞങ്ങളുടെ ഈ വാക്സിനേഷൻ കൊടുക്കുന്നത്, വൈറ്റമിൻ കൊടുക്കുന്നത്. അങ്ങനെ അതേ വൈറ്റമിനൊക്കെ കുടിച്ച് ഗ്രേസ് മിടു വന്നിട്ടുണ്ട്. അല്ല, മിടു കുടിച്ചിട്ടില്ല, ഗ്രേസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഗ്രേസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ലെ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കരച്ചിലായിരുന്നു. ഇപ്രാവശ്യം ആള് സിമ്പിളായിട്ട് വായൊക്കെ തുറന്നു. മധുരമുള്ള മരുന്നാ? അതെനിക്കറിയില്ല, മധുരമുള്ളതായിരിക്കും. ഗ്രേസ് മരുന്ന് ഇഷ്ടായ വാ തുറന്നേ. അവിടെ പിള്ളേർക്ക് 1 വയസ്സിന്റെ ഒക്കെ ഇഞ്ചക്ഷൻ കിട്ടണ്ടേ, അവരൊക്കെ നോക്കി ഇവിടെ നിന്ന് ചിരിക്കണ്. ഇവർക്ക് ഇഞ്ചക്ഷൻ കിട്ടിയില്ലല്ലേ? എന്താ അറിയില്ല, പക്ഷെ വല്ല വ്യത്യാസം വന്നുട്ടാ. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര കരച്ചിലായിരുന്നു മരുന്നൊക്കെ കിട്ടിയപ്പോ. അടുത്ത ഇഞ്ചക്ഷൻ എപ്പോഴാ? ഇനിയിപ്പോ 5 വയസ്സിന്റെ ഒക്കെ ഉണ്ടാവുള്ളൂ. 6 മാസം കൂടുമ്പോ വൈറ്റമിന്റെ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ പള്ളിയുടെ പിന്നിക്കൂടെയാണ് ഇപ്പൊ അങ്ങോട്ട് പോയത്. അപ്പൊ ഒന്ന് അപ്പച്ചൻ്റെ ഇവിടെയാണ് അടക്കം ചെയ്തേക്കുന്നത്. അപ്പൊ അവിടെ ജസ്റ്റ് ഒന്ന് കേറിയിട്ട് പോവാന്ന് വെച്ചു. പള്ളി എന്ന് പറഞ്ഞ ആൾക്കേശം ഗ്രേസ് കാണണേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളിയുടെ സിമിത്തേരി. ഇവിടെയാണ് എൻ്റെ അപ്പച്ചനുള്ളത്. ഇതാണ് എൻ്റെ അപ്പച്ചൻ്റെ കുഴി. അപ്പച്ചന്റെ ഫോട്ടോ ഒക്കെ പോയല്ലോ. അപ്പച്ചൻ്റെ ഫോട്ടോ പൊളിഞ്ഞു പോയതടി. ഇല്ല, ഞാൻ കളഞ്ഞു. ഇവിടെ ആയിരുന്നു ഫോട്ടോ വെച്ചിട്ടുണ്ടായത്. ആ ഫോട്ടോ പക്ഷെ പൊളിഞ്ഞ് ഇങ്ങനെ വെള്ളമൊക്കെ കയറി പൊളിഞ്ഞു വീണതാണ്. ഇവരെവിടെ ടാർപോളിയും കെട്ടിയാനും നമ്മുടെ പൂവ് ആടിയില്ല കേട്ടോ. കറക്റ്റായിട്ട് അങ്ങനെ നിൽക്കാണ്. ഇപ്പൊ എത്ര 4 ദിവസം ഉണ്ടായില്ലേ? അപ്പൊ തിരിച്ച് വീട്ടിലെത്തി. ഇതേ ഗ്രേസ് ഷൂസ് ഒക്കെ ഒറ്റയ്ക്ക് ഒരുവേണ്ടിയിരിക്കുക. എന്റെ അമ്മോ, ഗ്രേസ് ഡോർ തുറന്നോട്ടെ. ഡോർ തുറക്കാൻ പാടില്ല. ഗ്രേസ് ഷൂസ് ഊരിയതിനു ശേഷം ഡോർ തുറക്കാൻ പാടുള്ളൂ. ഹലോ, ഒരു പണി ഭയങ്കര കൊല. അങ്ങനെ ഗുഡ് ഗേൾ, ലെറ്റ്സ് ഗോ. വാ വാ തുറക്ക്. വലിച്ചു തുറക്ക്. ഹണി എന്തേടാ? ഹണി ജോങ്ക വരയ്ക്കാണ്. ജോണിൻ്റെ അടുത്തേക്ക് പോട്ടെ, ജോണിൻ്റെ അടുത്തേക്ക് പോട്ടെ. മതി മതി, തീർന്നു. ജോണ് ഒന്ന് കുഴിച്ചിട്ട് കുരുമുളകൊക്കെ പൊടിച്ചു കേട്ടോ. ശരിക്കും മുളയൊക്കെ വന്നിട്ടുണ്ട് മുകളിലേക്ക്. ഇതിനും മുള വന്നു, ഇതിനും മുള വന്നു, ഇതിനും മുള വന്നു. ഇതുമൊരു കുരുമുളകിൻ്റെ ഒരു പൂ വന്നിട്ടുണ്ടായിരുന്നു, തിരി. അപ്പം അതേ വലുതായി വരുന്നുണ്ട്. കുരുമുളക് ഉണ്ടാവുമായിരിക്കും. എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു മാങ്ങയും പൊട്ടിച്ചിട്ട് പോവാം. മാങ്ങ തീരാറായി. ഒരു മാങ്ങയൊക്കെ പൊളിഞ്ഞു. ഇവിടെ പഴുത്ത മാങ്ങ ഉണ്ട് കേട്ടോ. പഴുത്ത മാങ്ങ 1 2 ഇതൊക്കെ ചീഞ്ഞു വീണു. 3 മാങ്ങ കിട്ടി. ചീഞ്ഞതാ. അപ്പം 3-4 മാങ്ങ കിട്ടിയിട്ടുണ്ട്.
ഇടുന്നതൊക്കെ ഓക്കെയാണ്. പുഴുണ്ടോ? നല്ല മാങ്ങ കേട്ടോ. എന്റെ സംശയം. നല്ല സ്ട്രോങ് ആണ്. ഫ്രഷ് ആയിട്ട് ഇന്ന് വേണം വാങ്ങിയാന്ന് തോന്നുന്നു. ഞാൻ അടി കിടന്ന് ഇങ്ങനെ കൈ കൊണ്ട് എടുക്കാൻ പറ്റും എടുത്ത് പോന്നാ. അങ്ങനല്ല, ഒരു പാത്രം എടുത്തിട്ട് ഒരു അമ്മയ്ക്ക് കൊണ്ടുപോക അടുക്കളന്ന് ഒരു വർഷം കഴുകിയ തന്നെ അല്ലേടി. നമ്മത്തുള്ളി വെള്ളം പോലും കാണില്ല. സംശയിക്കരുത് മകനെ, ഒരെണ്ണം കൂടി കൊടുത്തേക്കാം. ഒന്നും ഇല്ല ചേട്ടാ, വിശ്വസിക്കൂ. അമ്മ നല്ല ഉറക്കത്തില്ല. അമ്മ എനിക്ക് ഇരുന്ന് മാങ്ങ തരാം. ഞാനിവിടെ ഇന്നത്തേക്കുള്ള വീഡിയോ എഡിറ്റിംഗ് ആണ്. ഇപ്പൊ കൊച്ചിനെ മറ്റേ വാക്സിനേഷൻ കൊടുക്കാൻ പോയല്ലോ. വാക്സിനേഷൻ അല്ലല്ലേ, എന്തിനാണ് വൈറ്റമിൻ കൊടുക്കാൻ പോയല്ലോ. വൈറ്റമിൻ കൊടുക്കാൻ പോയി കഴിഞ്ഞ് വന്നിട്ട് ഇന്നത്തെ വീഡിയോ ലേറ്റ് ആയി. ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വേഗം എഡിറ്റ് ചെയ്ത് തീർത്തിട്ട് വേഗം പോസ്റ്റ് ചെയ്യണം. ഇപ്പൊ നേരെ എത്ര മണിയായി? ഒരു മണി കഴിഞ്ഞു. 1:40. ഇവിടെ തകർത്ത് ഊഞ്ഞാലാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ദേ പറന്നുകൂടിയത് പതുക്കനാട്രി മുകളിൽ ഞാനാണ് കെട്ടിയേക്കുന്നത്. അവിടെ ഒരഞ്ഞൊരഞ്ഞ പൊട്ടിപ്പോ. ഇപ്പൊ തക്കാളിക്കറിയും ചെമ്മീൻ ചമ്മന്തിയാണ് ഉച്ചക്കാലത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. ബേബിക്ക് എന്താ പറ്റിയത്? ബേബിന് വയറ് പറ്റിയ നോക്കട്ടെ. ബേബിനെ ഇങ്ങോട്ട് വാ ബേബി. ഡോക്ടർ മിഡു MBBS LLB CCR DDD BBB. ബേബിക്ക് എന്തിട്ട് പറ്റിയേക്കണേ? ബേബിന്റെ വായ തുറക്കാൻ പറ. നോക്കട്ടെ നോക്കട്ടെ. ഡോക്ടർ കാണാൻ പറ്റത്തില്ല. അമ്മേ ജേംസ് ഉണ്ട്. ജേംസ് ഉണ്ട് ബേബിയുടെ വായില്. ബേബിക്ക് പനി ഉണ്ടോ നോക്കട്ടെ. ഭയങ്കര കാറ്റായിരുന്നു ഇത്ര നേരം. എന്തിനു വീണേ? ഇപ്പൊ വാർക്കയുടെ മുകളിലുണ്ടോ ഭയങ്കര മഴ പൊടിയുണ്ട് ചെറുതായിട്ട്. എന്തോ ഇടിഞ്ഞും പൊളിഞ്ഞ് സൗണ്ട് ആയിട്ട് ഞങ്ങൾ ഓടി വന്നതാ. മുകളില് വാർക്കയുടെ മുകളില്. പക്ഷെ എനിക്ക് വയ്യോ മഴ ചെറുതായിട്ട് ഇത്ര നേരം നല്ല വെയിലായിരുന്നു കേട്ടാ. അപ്പൊ സന്തോഷിതായിരുന്നു. അപ്പൊ ഉള്ള സന്തോഷം കൂടി പോയി. അമ്പോ ഇതൊക്കെ ആടണം നോക്കി. ചെറുതായിട്ട് ആടണുള്ളൂ. വേഗം വായിയോട്ടാ. 8:30 വീഡിയോ ഇടാൻ പറ്റാതെ ദുഃഖിച്ചിരിക്കുന്ന വീഡിയോ. സമയം 8:30 കഴിഞ്ഞിരിക്കുന്നു. എഡിറ്റിംഗ് തീർന്നോ? തീരില്ല. അച്ചടക്കം വേണം. എല്ലാ ദിവസവും ഒരു ടൈമിന് വീഡിയോ ഇടാനുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ വേണം. എത്ര മണിക്ക് വീഡിയോ ഇട്ടേ? ഞാൻ എന്റെ വ്യൂവേഴ്സിനോട് പറഞ്ഞു എനിക്ക് ഇടാൻ പറ്റിയില്ല. ഞാൻ ഇടും ചേട്ടാ. വീഡിയോ ഇരിക്കുകയാണ്. ഇവിടെ അമ്മ എന്തോ കുശുമ്പ് സീരിയലും കണ്ടോണ്ടിരിക്കുകയാണ് അല്ലേ? അല്ല, അമ്മ മരുമോളുടെ അടുത്ത് കുശുമ്പ് താനായിട്ട് കുശുമ്പ് സീരിയൽ കണ്ട് ഉള്ളിലേക്ക് കുശുമ്പ് നിറച്ചോണ്ടിരിക്കണം. ആണോ അമ്മ? ആ മരുമോളോടൊന്ന് ചോദിച്ചേ, അമ്മ എന്തോരം കുശുമ്പ്. അമ്മ അങ്ങനെ കുശുമ്പൊന്നും കുത്തില്ലാന്നെനിക്ക് അറിയാം. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ കുശുമ്പ് കുത്തണ്ടോന്നെങ്കിൽ സംശയമില്ല. അതിപ്പോ നീയും പറയാറുള്ളതല്ലേ. ഞാൻ കുശുമ്പ് കുത്താറുണ്ട്, എനിക്കറിയാം. ഞാൻ കുശുമ്പനാണമ്മ. അപ്പൊ ഞാൻ അമ്മയുടെ മോനല്ലേ? അപ്പൊ ഞാൻ കുശുമ്പ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. വീട് ഇവിടെ ചോറ് ഊറ്റണം. പിന്നെ പാത്രങ്ങള് ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട്. ചേട്ടനെ എന്ന് കഴുകി എന്നെ സഹായിക്കണം. അതായത് ഞാൻ വീഡിയോ കൊണ്ട് മിടുവിന്റെ മുന്നിലേക്ക് വന്ന് അപ്പൊ എനിക്ക് പണി ഉറപ്പാ. ചേട്ടൻ ക്യാമറ കൊണ്ടുവന്ന് ചെയ്യുന്നത് എനിക്ക് ഉറപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് പിള്ളേരത്തെ കോലം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇത് ക്ലീൻ ആക്കണം. ഇതെന്റെ മിഡു ഉണ്ടാക്കി വെച്ചാൽ ജാമ് മിഡുവിന്റെ ചാനലിൽ ഇത് ഉണ്ടാക്കണതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് ജാമ് നല്ല കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇത് കുപ്പിയിലേക്ക് കാക്കും വിടും. അപ്പൊ ജാമ് സെറ്റാകണം. ചോറൂടെ അതേ കുക്കറിൽ വെന്ത് കിടക്കണ്ടെന്ന് തോന്നണം. കുക്കറിൽ വെന്ത് കിടക്കുന്നുണ്ട്. കിച്ചണിൽ വന്ന് പാത്രം കാര്യങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് ഇതേ ഇത്ര നേരം ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു മിഡുവിന്റെ ചാനലിൽ. അത് കഴിഞ്ഞ് ഇതേ ലൈവിന്റെ ഇടയിൽ ഉണ്ടാക്കിയതാണ്ടോ
ഇവിടെ നല്ല അടിപൊളി മുട്ടച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തെ ഞങ്ങളുടെ ഭക്ഷണം എന്ന് പറയുന്നത് മുട്ടച്ചോറാണ്. ഇത് ഉള്ളി ചമ്മന്തി, അതായത് മുട്ടച്ചോറിന്റെ കൂടെ ഉള്ളി ചമ്മന്തി ഉണ്ട്. അപ്പൊ അത് ഇവിടെ റെഡി ആക്കിക്കൊണ്ട് ഇരിക്കുന്നു. ഇല്ല, ക്യാമറ വരില്ല. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തിയുടെ ഉള്ളിയുടെ കൂടെ പച്ചമുളക് അരച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഇച്ചിരി ഉപ്പ് 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 ഇത്ര ഉപ്പ് മതിയാ കൂടി? ഇത്ര ഉപ്പ് കൂടുവോ? കൂടിയിട്ടാണെങ്കിൽ നീ മതി. ഉപ്പിട്ട് ചോർക്കൊക്കെ ലാസ്റ്റാണ്. നോട്ടെ, ഇതിലേക്ക് നമ്മൾ ഇട്ടിട്ട് മിക്സ് ചെയ്യാണ്. ഉപ്പും പച്ചമുളകും ഉള്ളിയും കൂടി. നീ എന്നെ തിന്നോണ്ടിരിക്കുക. നീ തിന്ന ചോറിന്റെ രസമാണ് പറയണേ. ഇതാണ് നമ്മുടെ പ്രശ്നം. ഗ്രേസിന് കൊടുക്കണ ഭക്ഷണം വേണ്ടാന്ന് പറയുമ്പോ നേരെ നീ തിന്നു. അങ്ങനെയാണ് നീ വണ്ണം വെക്കണം. അവള് സ്ലിം ആയിട്ട് ഇരിക്കും. അപ്പൊ അതെ നമ്മുടെ സംഭവങ്ങളൊക്കെ മിക്സ് ആയിട്ടുണ്ട്. ഒന്ന് പൈപ്പ് തുറക്കും വിടും. ഞാൻ തുറന്നുണ്ട്, നിന്നോട് പറഞ്ഞു തുറക്കണേ നേരം. അതിലേക്ക് ഒരു തുള്ളി ചൊറുക്ക, കഴിയുന്നുണ്ട്. തുള്ളി ചൊറുക്ക, ഇച്ചിരി വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ, നമ്മുടെ തേങ്ങ വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിച്ചു. ഉപ്പ് കുറവാണെങ്കിൽ ഡാഡി കൂടിപ്പോയി എന്ത് ചെയ്യും? ഇനി ഒരു സ്പൂൺ എടുക്കുക, ഇങ്ങനെ ഇളക്കുക. കഞ്ഞോളം നീ അല്ല പറഞ്ഞ വേണ്ടാന്ന്. അപ്പൊ നമ്മുടെ ചമ്മന്തി ഇതാ റെഡിയായി. ഓ, ഇതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. ഇച്ചിരി പച്ചമുളക് വേണമായിരുന്നു എന്നൊരു സംശയം. നോക്കട്ടെ കേട്ടാ. എരിവില്ല. അതാ പച്ചമുളകാണ് ചേട്ടാ, നാടൻ മുളക് ഇടേണ്ടത്. പച്ചമുളക് മുളക് കൂടിയിട്ടായിരുന്നു. അതിന്റെ ഒറിജിനാലിറ്റി പോയി. ഇല്ല, ട്രൈ ചെയ്തോ. ഒറിജിനാലിറ്റി പോവും. വീണ്ടും പച്ചമുളക് അരച്ചോണ്ടേ വേണ്ട, ആവശ്യത്തിന് എരിവുണ്ടാവുമല്ലോ. എരിവില്ല. നോക്കട്ടെ, എരിവില്ല. അത്ര എരിവ് മതി. സെറ്റാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എരിവ് വേണം. ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തൊട്ട് കൂട്ടുന്ന സാധനമാണല്ലോ. ചമ്മന്തി കെട്ടിയോനെ ഊട്ടി ഉറക്കുന്ന കെട്ടിയോള്. ഞാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇത് കഴിയുമ്പോ ഞാനിരുന്ന് റിപ്ലൈ കൊടുക്കുമ്പോ എന്നെ ആര് ഊട്ടും? ഞാൻ ഇവൾക്ക് ചോറ് ഊറ്റിയൊന്നും കൊടുക്കാറില്ല കേട്ടോ. പക്ഷെ ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോ അവളൊന്ന് ചോറെനിക്ക് ഊട്ടി തരും. എഡിറ്റ് ചെയ്യുന്ന സമയമില്ലാത്തപ്പോ ഞാൻ ചോറ് ഊട്ടി കൊടുക്കും. അതൊന്നും കുഴപ്പമില്ല. ഞാൻ ഭയങ്കര ഇഷ്ടം. എന്തോരം പോയാലും അറിയില്ല. അതുകൊണ്ട് കാര്യം ഒരു ഇത്ര എടുത്താലും അറിയില്ല. ഒറ്റയ്ക്ക് തിന്നുമ്പോ ആ ഒരു വിഷയമില്ല കേട്ടോ. വിടുവിന് വാരി തരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. തന്നോട്ടെ, നമുക്കിപ്പം എന്തായാലും കൈമ ചോറാക്കണ്ട, ഒന്നും ആക്കണ്ട, തിന്നാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടുകയും ചെയ്യും. ചമ്മന്തി അവിടെ കൊണ്ടുവയ്ക്ക്, അതിന്റെ സ്ഥലത്ത് കൊണ്ടുവച്ച് അവിടെ കൊണ്ടെടുത്ത് വെക്ക്. അവിടെ കൊണ്ടുവയ്ക്ക്, വെക്ക്. പൊട്ടിക്കല്ല, ഫിക്സ് ചെയ്ത് വെക്ക്. എന്നിട്ട് കൊണ്ടുവയ്ക്ക്. വാ. നേരം ഇപ്പൊ 12:30 ആയിട്ടോ രാത്രി. ഗ്രേസ് കളിക്കാനുള്ള മൂഡിലാണ് ഇപ്പോഴും. വായോ ഞാൻ അമ്മ വിളിക്കണേ. വാ, അത് വെക്കി എടുത്തു. ഗ്രേസ് അമ്മ ഉറങ്ങാൻ പോണു. നമുക്ക് വേഗം പോവാ ഉറങ്ങാൻ. അത് നമുക്ക് ഉറങ്ങാൻ സ്ഥലം കിട്ടില്ല. ഓടി വെച്ചു, വേഗം വെച്ചു. ലെറ്റ്സ് ഗോ, വേഗം ഫാസ്റ്റ്, വേഗം ഓടി.